ഉപ്പയുടെ PRP അനുഭവങ്ങൾ വിശദീകരിച്ചുള്ള ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം. ഹായ്, ഞാൻ സുനീർ, കോഴിക്കോട് സ്വദേശിയാണ്. HNS കോയമ്പത്തൂർ വെച്ച് ഹെയർ ട്രാൻസ്പ്ലാന്റ് ചെയ്ത വ്യക്തിയാണ്. ഈ വീഡിയോയിൽ എൻ്റെ ആദ്യത്തെ PRP അനുഭവങ്ങളാണ് പങ്കുവെക്കാൻ പോകുന്നത്. നമ്മൾ HNS എത്തി കഴിഞ്ഞാൽ ഉടൻ തന്നെ അവിടുന്ന് ചെയ്യേണ്ട കാര്യങ്ങളും അതേപോലെ PRPയുടെ മുഴുവൻ ഘട്ടങ്ങളും എക്സ്ക്ലൂസീവ് വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് മുന്നിൽ എത്തിക്കുന്നതുകൊണ്ട് തന്നെ ഈ വീഡിയോ മുഴുവനായിട്ട് കാണണം. അതേപോലെ തന്നെ PRPക്ക് ശേഷം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചും വ്യക്തമായി പറയുന്നതിനാൽ വീഡിയോ പൂർണ്ണമായിട്ട് കാണാതെ ആരും പോകരുത്. ഓക്കെ, കോയമ്പത്തൂരിലേക്കുള്ള ഈ യാത്ര എത്ര മനോഹരമാണ്. വാളയാർ കടന്നുള്ള യാത്ര സൃഷ്ടിക്കുന്നത് അതിമനോഹരമായൊരു കാഴ്ച തന്നെയാണ്. അപ്പോൾ ഗെയ്സ്, ഉച്ചക്കൊരു 1:05 ഞങ്ങൾ കോയമ്പത്തൂർ എത്തിയിരിക്കുകയാണ്. ഇനി വന്ന ദിശയിൽ തന്നെ പിറകിലോട്ട് നടക്കുമ്പോൾ നമുക്ക് അണ്ടർപാസ് ഉണ്ട്. അണ്ടർപാസ് വഴി ആണ് ബസ്സിന് വേണ്ടിയിട്ട് പുറത്തേക്ക് ഇറങ്ങേണ്ടത്. അപ്പോൾ ഗെയ്സ്, നമ്മുടെ വണ്ടി എത്തിയിരിക്കുകയാണ്. 90A ബസ്. പ്രശസ്തമായ അരവിന്ദ് കണ്ണാശുപത്രി നമ്മൾ പോകുന്ന റൂട്ടിലാണ്. ഇപ്പോൾ വീണ്ടും ഒരു മാസത്തിന് ശേഷം HNS എത്തിയിരിക്കുകയാണ്. ഇവിടെ നല്ല വെയിലാണ്. ഇവിടെ ഒരു കുടയൊക്കെ ചൂടിയിട്ടാണ് വന്നത്. എൻട്രൻസിൽ നമ്മുടെ സെക്യൂരിറ്റി ഉണ്ട്. PRP ചെയ്യേണ്ടത് മുകൾ നിലയിലാണ്. അപ്പം ഫസ്റ്റ് ഫ്ലോറിലേക്ക് നമുക്ക് മെല്ലെ പോകാം. അവിടെ 1ാം നിലയിലെ റിസപ്ഷനിൽ നമുക്ക് ലഭിച്ചിട്ടുള്ള PRPയുടെ ടോക്കണിൽ നമ്മുടെ ഡേറ്റ് രേഖപ്പെടുത്തുകയും അതോടൊപ്പം തന്നെ രക്തം സ്വീകരിക്കാനുള്ള ഒരു ബോട്ടിൽ അവർ തരികയും ചെയ്യും. എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇരിക്കുന്നത്. ഇനിയാണ് എടുക്കാൻ നമുക്കൊരു ORS അത് ഫ്രീ ആയിട്ട് കിട്ടുന്നതാണ്. ഇനി ഇത് നമ്മുടെ സെൻട്രിഫ്യൂഗൽ മെഷീനിലിട്ടിട്ട് സെൻട്രിഫ്യൂഗേഷൻ നടത്തുന്നതാണ്. ബ്ലഡ് എടുത്തു കഴിഞ്ഞാൽ കുറച്ച് സമയം നമ്മൾ പുറത്ത് പോയിട്ട് വിശ്രമിക്കണം. സമയത്ത് നമുക്ക് ലഭിച്ചിട്ടുള്ള ORS കുടിക്കാം. തുടർന്ന് ടെക്നീഷ്യന്മാർ വന്നു കഴിഞ്ഞാൽ നമ്മെ റൂമിലേക്ക് വിളിക്കുകയും അവിടെ വെച്ചിട്ട് PRP ആരംഭിക്കുകയും ചെയ്യും. നമ്മളുടെ രക്തത്തിൽ നിന്ന് വേർതിരിച്ചെടുത്ത പ്ലാസ്മ ചെറിയ ഇഞ്ചക്ഷൻ സിറിഞ്ചുകളിൽ വെച്ച് നമ്മളുടെ തലയോട്ടിയിലേക്ക് കുത്തിവെക്കുകയും തുടർന്ന് ഒരു പ്രത്യേക മെഷീൻ ഉപയോഗിച്ചുകൊണ്ട് അതിനെ മസാജ് ചെയ്യുകയാണ് ചെയ്യുന്നത്. നമ്മുടെ പ്രത്യേകിച്ചിട്ട് ട്രാൻസ്പ്ലാന്റ് ചെയ്ത ഏരിയ മുഴുവനായിട്ട് ഇത് കവർ ചെയ്യുന്നതാണ്. ഈ സമയത്ത് പറയത്തക്ക രീതിയിലുള്ള വേദനയൊന്നും ഉണ്ടായിട്ടില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം ആദ്യത്തെ ഒരു ഇഞ്ചക്ഷൻ വെക്കുന്ന സമയത്ത് മാത്രം ചെറിയൊരു വേദന ഉണ്ടായിരുന്നു. മുമ്പ് അനസ്തേഷ്യയൊക്കെ നൽകും പോലെയുള്ള ആ സമയത്തെ വേദനയൊന്നുമില്ല. അതുകൊണ്ട് തന്നെ വളരെ സുരക്ഷിതമായിട്ട് തന്നെ ഏവർക്കും PRP ചെയ്യാം. Okay. Okay.
ഇതാണ് എൻ്റെ എടുത്തിരിക്കുന്നത്. ഇതിൽ ടോട്ടൽ 10 ml ഉണ്ടാവും. അതിൽ 5 ml പ്ലാസ്മ, ബാക്കി ഇത്രയും ഭാഗം വേസ്റ്റ് ആണ്. ഓക്കെ. ട്രാൻസ്പ്ലാന്റേഷന് വേണ്ടി നമ്മൾ കരുതിയതുപോലെ തന്നെ PRP ചെയ്ത് കഴിഞ്ഞാലും ചില കരുതലുകൾ എടുക്കേണ്ടതായിട്ടുണ്ട്. പ്രധാനമായിട്ടും 3 ദിവസങ്ങളിലാണ് ശ്രദ്ധിക്കേണ്ടത്. തല നനയ്ക്കാനോ എണ്ണ തേക്കാനോ ഹെഡ് വാഷ് ചെയ്യാനോ പാടില്ല. അതുപോലെ തന്നെ നോൺ വെജ് ആഹാരങ്ങൾ ഒഴിവാക്കണം. ആൽക്കഹോൾ, അതേപോലെ സ്മോക്കിംഗ്, ഇത്തരം കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അതും ചെയ്യാൻ പാടില്ല. പിന്നെ ജിമ്മ്, എക്സസൈസ് പോലെയുള്ളവയും ഒഴിവാക്കണം. ഈ വീഡിയോ കണ്ട എല്ലാവർക്കും പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുന്നു. പുതിയ വിശേഷങ്ങളുമായി